إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഫുർഖാൻ അതിന്റെ 27, 28, 29 മൂന്ന് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വയൗമ അന്നേ ദിവസം യഅ്ദുദ്ദാലിമു ആ അക്രമികൾ കടിക്കുന്ന ദിവസം അലാ യദൈഹി അവരുടെ കൈകൾ കടിക്കുമെന്നാണ്. നിരാശ ബാധിച്ചുകൊണ്ട് കൈകൾ കടിക്കുന്ന ദിവസം യഖൂലു അവർ പറയും യാ ലൈതനി നന്നായേനെ ഇത്തഖഅതു മഅ റസൂലി സബീല ആ റസൂലിന്റെ കൂടെ ആ പ്രവാചകന്റെ കൂടെ ഒരു വഴി മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഒരു പരാതി പറയുകയാണ് മഹ്ശറിൽ വെച്ചുകൊണ്ട്. പക്ഷേ ആ റസൂൽ പറഞ്ഞ ഒരു അധ്യാപനങ്ങളും അവർ ഉൾക്കൊണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. യാ വൈലത എന്റെ നാശമേ ലൈതനി അത്ര നന്നായേനെ ലമ്മത്തഖിദു ഫുലാനൻ ഖലീല എന്നാൽ ഇന്ന മനുഷ്യനെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്നുള്ള ഒരു പരാതിയും അവൻ പറയുമെന്നാണ്. ഈ നരകാവകാശിയായ വിശ്വാസി പറയുമെന്നാണ്. നോക്കൂ, നിങ്ങളുടെ ഈഹികമായ ദുനിയാവിൽ വെച്ചുകൊണ്ട് പലരെയും സുഹൃത്തായി സ്വീകരിച്ചു. പിശാചിനെയും അതുപോലെ മനുഷ്യ പിശാചിനെയും ജിന്ന് പിശാചിനെയും പോലോത്തവരെ സുഹൃത്തായി സ്വീകരിച്ചുകൊണ്ട് നോക്കൂ, വഴിതെറ്റി സഞ്ചരിച്ചവരാണവർ. ശിർക്കിലും കുഫ്റിലും ആപതിച്ചവരായിരുന്നു. അവരുടെ പരാതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർ അത് നോക്കൂ, ആ രൂപത്തിലുള്ള സുഹൃത്തിനെ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവർ പരാതി പറയുമെന്നാണ് മഹ്ശറിൽ. അത് കഴിഞ്ഞ് അല്ലാഹു പറയുകയാണ് ലഖദ് അളല്ലനി നിശ്ചയമായും എന്നെ അവൻ പിഴപ്പിച്ചിരിക്കുന്നു അനിദ്ദിക്രി അല്ലാഹുവിന്റെ സ്മരണയെ തൊട്ട് ബഅദ ഇദ് ജാഅനി എനിക്ക് വന്നെത്തിയതിനു ശേഷം എനിക്ക് സന്മാർഗം വന്നെത്തിയതിനു ശേഷം എന്നെ പിഴപ്പിച്ചിരിക്കുകയാണ്. വഖാന ശൈത്വാനു പിശാചായി ലിൽഇൻസാനി ഖദൂല അത് മനുഷ്യർക്ക് അവനെ കൈവടിയുന്നവനാകുന്നു പിശാച് എന്നാണ് പറയുന്നത്. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ആ പിശാച് മനുഷ്യന്റെ കൈപിടിക്കും, അതേസമയം മഹ്ശറിൽ വെച്ചുകൊണ്ട് കൈപിടിയും എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഈ രൂപത്തിൽ പിശാചിനെയും അതുപോലെ മറ്റ് വ്യക്തികളെയും ദുഷ്ട വ്യക്തികളെയും ഖലീലായി സുഹൃത്തായി സ്വീകരിക്കുന്നവർക്കുള്ള കടുത്തൊരു തക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നൽകുന്നത്. അതാണ് ആ മനുഷ്യന്റെ ആ വിശ്വാസിയായ വ്യക്തിയുടെ പരാതിയായി അല്ലാഹു നമുക്ക് ബോധിപ്പിച്ചു തരുന്നത്. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.